എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം യുക്തിയെ അന്വേഷിക്കുന്നു എന്നുള്ള ആ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം യുക്തിയെ അന്വേഷിക്കുന്നു. അതിൻ്റെ അവസാനമാണ് നമ്മൾ ഏറ്റവും വിശ്വപ്രഖ്യാതമായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ. വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. I believe in order to understand, and I understand in order to better believe, in order to believe. അപ്പോൾ വിശ്വാസം യുക്തിയും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്നും വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. ഇത് നമ്മൾ ഒരുപക്ഷെ കടക്കാൻ പോകുന്നത് വിശ്വാസവും യുക്തിയും എന്ന ഖണ്ഡികയിലേക്കാണ്. എന്നാൽ അതിനു മുമ്പ് നമ്മൾ വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു എന്നുള്ള ഈ പാരഗ്രാഫ് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ ഹൃദയനേത്രങ്ങളെ തുറക്കുന്നതും ദൈവികാവിഷ്കരണത്തിൻ്റെ പൂർണ്ണത നമ്മിലേക്ക് പ്രവർത്തിക്കുന്നുവെല്ലാം നമ്മൾ പഠിച്ചു. അങ്ങനെ വിശ്വാസം നമുക്കുണ്ട്, എന്നാൽ പോരാ. ആ വിശ്വാസം യുക്തിയിലൂടെ വളരണം. I believe in order to understand, O Lord. And I understand in order to better believe, in order to better believe. വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫിൽ 2705 അത് പ്രാർത്ഥനയെക്കുറിച്ചാണ്, 1827 അത് സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ 90ാമത്തെ ഖണ്ഡിക പറയുന്നത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. എന്താണത്? വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ചു, വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവം, അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള ബോധ്യം, മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായെക്കുറിച്ചും. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളിൽ യുക്തിയിലൂടെ വളരേണ്ടത്. അപ്പോൾ അതിൽ പ്രധാന ഒരു ഘടകമാണ് വിശ്വാസ സത്യങ്ങൾ, അതായത് ഡോഗ്മാസ് ഓഫ് ദ കാത്തലിക് ചർച്ച്. വിശ്വാസ സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിശ്വാസി അത്യാവശ്യം യാതൊരു സംശയമോ യാതൊരു ചോദ്യമോ ഇല്ലാതെ വിശ്വസിക്കേണ്ട ചില കാര്യങ്ങൾ. ഉദാഹരണം, മാതാവിൻ്റെ നിഷ്കളങ്ക ഗർഭാഗമനം അല്ലെങ്കിൽ അമലോത്ഭവം, മാതാവിൻ്റെ അമലോത്ഭവം, ആ അമലോത്ഭവം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ മാതാവ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അപ്പോൾ ഇതെല്ലാം വിശ്വാസ സത്യങ്ങളാണ്. അതിലൊന്നും നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകരുത്. അപ്പോൾ ഇവിടെയാണ് വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധം, വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങളും സമന്വയവും മിശിഹാ രഹസ്യത്തിൻ്റെ ആവിഷ്കരണം മുഴുവനിലും കാണാൻ കഴിയുന്നു. 1-ാം വത്തിക്കാൻ കൗൺസിലാണ്, നമ്മളത് മുമ്പ് പഠിച്ചതാണ്. എന്താണത്? വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങൾ സമന്വയവും മിശിഹാ രഹസ്യത്തിൻ്റെ ആവിഷ്കരണം മുഴുവനിലും കാണാൻ കഴിയും. ഇനി അടുത്തത്, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തോട് വിശ്വാസ സത്യങ്ങൾ വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കത്തോലിക്ക പ്രബോധനത്തിൽ സത്യങ്ങളുടെ ഒരു ക്രമം അഥവാ ശ്രേണി, ഹൈറാർക്കി തന്നെ സംജാതമായിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 234. അത് വളരെ എളുപ്പമാണ് ഓർക്കാനില്ലേ? നമ്പർ 234 2, 3, 4 അത് ത്രിത്വത്തെക്കുറിച്ചാണ്. 234 നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള രഹസ്യമാണ് വിശ്വാസ രഹസ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എന്താണ്
അവിടെ പറയാണ് വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കാത്തോലിക്ക പ്രബോധനത്തിൽ സത്യങ്ങളുടെ ഒരു ക്രമം അഥവാ ശ്രേണി, അതായത് ആദ്യം ഞാൻ എന്ത് വിശ്വസിക്കണം, പിന്നെ അടുത്തത് എന്ത് വിശ്വസിക്കണം, പിന്നെ മൂന്നാമത് എന്ത് വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസ സത്യങ്ങളിലുള്ള വിശ്വാസം മാത്രമല്ല, അതിൻ്റെ ക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഇത് യേശു ക്രിസ്തുവാകുന്ന, അതായത് ദൈവാവിഷ്കരണത്തിൻ്റെ കേന്ദ്രബിന്ദുവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ നോക്കൂ, അതാണിവിടെ ഈ 90-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ 2, 3, 4 എളുപ്പം ഓർത്തിരിക്കണം. 2, 3, 4 കണ്ടോ, അങ്ങനെയൊക്കെയാണ് നമ്പർ ഓർത്തിരിക്കുന്നത്. 2, 3, 4 2, 3, 4 പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. കണ്ടോ, അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ തന്നെ അന്തസത്തയെ സംബന്ധിക്കുന്ന ദിവ്യരഹസ്യമാണിത്. ഇക്കാരണത്താൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടവും അവയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചവുമാണിത്. വിശ്വാസ സത്യങ്ങളുടെ ശ്രേണി കണ്ടോ, ദ ഹൈറാർക്കി ഓഫ് ദ ഡോഗ്മാസ്, ഏറ്റവും മൗലികവും സത്താപരവുമായ പ്രബോധനമാണ് പരിശുദ്ധ ത്രിത്വ രഹസ്യം. രക്ഷാചരിത്രം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ ദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുകയും പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെ തന്നോട് അനുരഞ്ജനപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന മാർഗത്തിൻ്റെയും രീതികളുടെയും ചരിത്രം തന്നെയാണിത്. അപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ത്രിത്വത്തിൻ്റെ രഹസ്യം കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ പിതാവിനെ കുറിച്ച് പഠിക്കുന്നു, പുത്രനെക്കുറിച്ച് പഠിക്കുന്നു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുന്നു, സഭയെക്കുറിച്ച് പഠിക്കുന്നു, പിന്നെ മറ്റ് രക്ഷാകര പദ്ധതികളുടെ മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ 158 പറഞ്ഞൊരു കാര്യമാണ്, 158 പഠിച്ചൊരു കാര്യം ഇതാണ്. വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം ഉള്ള ബന്ധത്തെക്കുറിച്ചും ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചും ഉള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയ നേത്രങ്ങൾ തുറക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു ഘടകമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 90 അതിന് വലിയൊരു പോയിൻ്റാണ്. ആ 90-ൽ നിന്ന് നമ്മൾ 234-ലേക്ക് വന്നു. അങ്ങനെ ആ വിശ്വാസ സത്യങ്ങളും അവയുടെ ശ്രേണിയും. ഇനി അടുത്തത് 2518. അപ്പോൾ ഇവിടെ ഹൃദയനേത്രങ്ങളെ തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് 258 തന്നെ ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. അപ്പോൾ ഇനി നിരന്തരം ഓരോ ദിവസവും നമുക്ക് ഈ പ്രവചനത്തിലൂടെ ഓരോ ദിവസവും കർത്താവ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ആനന്ദമാണ്. എനിക്ക് ഓരോ പ്രവചനവും എനിക്ക് വലിയ സമ്പത്താണ്, എനിക്ക് വലിയ ശക്തിയാണ്. നിങ്ങൾ അതുപോലെ തന്നെ വളരണം. നിങ്ങൾ വളരണം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. നിരന്തരം വിശ്വാസം നമുക്കുണ്ടെങ്കിലും അത് ഈ ബോധ്യത്തിലൂടെ, അത് ബുദ്ധിയിലൂടെ, അത് ചിന്തയിലൂടെ. നമ്മൾ കേട്ടു, എവരി ബിലീവർ ഈസ് എ തിങ്കർ. നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെ, ആ ധ്യാനിച്ചതനുസരിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ഇന്നലെ ധ്യാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. പലരും സാക്ഷ്യം തന്നിട്ടുണ്ട്. ആ ധ്യാനിച്ച് അങ്ങനെ കുരിശിൻ്റെ വഴിയൊക്കെ അതുപോലെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും 2518 കൽപ്പനകളെക്കുറിച്ചാണ്, കൽപ്പനകളിൽ വിശുദ്ധിയെക്കുറിച്ചാണ്. 2518 യെസ്, വി ആർ ഹിയർ. 2518 ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. 2518
ആറാമത്തെ സുവിശേഷ ഭാഗ്യം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. പ്രൈസ് ദ ലോർഡ്. 306 മത്തായി 5:8. ബുദ്ധിയെയും വിടും, നമ്മുടെ യുക്തി, ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളോട് പൊരുത്തപ്പെടുന്നവരെയാണ് ഹൃദയശുദ്ധിയുള്ളവർ. അപ്പോൾ വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. ആ യുക്തിയുടെ വികസനം, ആ യുക്തി നമ്മളിൽ പ്രതിഫലിക്കുന്നതിനെല്ലാം ആവശ്യമായ ഒരു ഘടകമാണ് ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളോട് പൊരുത്തപ്പെടുന്നവരെയാണ് ഹൃദയശുദ്ധിയുള്ളവർ എന്ന് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും 3 തലങ്ങളിലാണ് ഈ പൊരുത്തപ്പെടൽ. ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്നേഹം, ആ ദൈവസ്നേഹം. ആ സ്നേഹത്തിന് വിരുദ്ധമായിട്ട്, ദൈവസ്നേഹത്തിന് വിരുദ്ധമായിട്ട് നമ്മളിലുണ്ടെങ്കിൽ ഈ ഹൃദയശുദ്ധി ഉണ്ടാവില്ല. അതായത് മറ്റുള്ളവർ, നമ്മളെ വെറുക്കുന്നവരോട്, നമ്മളെ വേദനിപ്പിച്ചവരോട് വരെ നമ്മൾ സ്നേഹിക്കണം, എങ്കിലേ അത് ദൈവസ്നേഹമാകുകയുള്ളൂ. ഇനി ശുദ്ധത അഥവാ ലൈംഗിക നീതിനിഷ്ഠ, അതായത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ആ ധാർമ്മികമായിട്ടുള്ള വിശുദ്ധി. പിന്നെ അടുത്തത് സത്യത്തോടുള്ള സ്നേഹവും വിശ്വാസത്തിൻ്റെ സത്യാവസ്ഥയും എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സി ഓഫ് ഫെയ്ത്ത്, സത്യത്തോടുള്ള സ്നേഹവും, അതായത് വിശ്വാസ സത്യങ്ങളോടുള്ള സ്നേഹം. ചിലർക്ക് അതെല്ലാം സഭ അങ്ങനെയൊക്കെ പറയും, പിന്നെ അതൊക്കെ പള്ളിയിൽ അങ്ങനെയൊക്കെ പറയുന്നത്, നമുക്ക് നമ്മുടെ ഇഷ്ടമായി ചെയ്യാം. ഇങ്ങനെ പറയണത് വളരെ വളരെ താഴ്ന്ന ഒരു പരിപാടിയാണ്. അത് കേൾക്കുമ്പോൾ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും വേദനയാണല്ലേ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ദൈവം എന്തോരു വലിയ രഹസ്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതിനുവേണ്ടി 2000 വർഷമായിട്ട് സഭ നിരന്തരമായി എന്തോരം വലിയ വിശുദ്ധർക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത് ഇത്രയും വലിയ സമാഹാരങ്ങളെല്ലാം ഉണ്ടാക്കി പഠിപ്പിച്ചിട്ട് അതിനെ ഒരു പുല്ല് പോലെ വകവയ്ക്കാതെ അതിനെ അങ്ങ് വളരെ നിഷ്ഠൂരമായി തിരസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്കുക. സഭ അമ്മയാണ്. സഭാ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാലാണ് ഈ സത്യം, വിശ്വാസ സത്യങ്ങൾ. അത് കുടിച്ചാൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. ആ വിശ്വാസ സത്യങ്ങൾ സഭയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശുഷ്കിച്ചു പോകും. അതുകൊണ്ടാണ് അൾത്താരപാലകരായിരുന്നു ചിലർ പറയും, ഞാനൊക്കെ നല്ല അൾത്താരപാലകരായിരുന്നു, അന്നൊക്കെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ വളർന്നു കുറേ കഴിഞ്ഞപ്പോൾ അതും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള സഭയിൽ ഞാൻ എന്തിനാ നിൽക്കണേ എന്നും പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. വലിയ കാര്യമായില്ലേ? അപ്പോൾ ഇതെല്ലാം പറയണത് കേൾക്കണത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാവുന്നത്? നമ്മൾ ചെറുപ്പം മുതലേ തന്നെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ഉണ്ടാകണം. ഇപ്പോൾ യൂത്ത് ഓൺ ഫയറിൽ ഈശോ പറഞ്ഞു, ഏത് കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാന കാര്യം അവൻ വിശുദ്ധ കുർബാനയാകുന്ന ആ സമ്പത്ത്, ആ നിധി അനുഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഭ തന്നെ പഠിപ്പിക്കുന്നത് CCC 1324 1, 2, 3, 4 അല്ല 1, 3, 2, 4 കണ്ടോ,
അതിൽ പറയുന്നത് യൂക്രിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മൾക്ക് കുഞ്ഞായിരുന്നപ്പോഴേ തന്നെ നമ്മളെ അപ്പനും അമ്മയും കൊണ്ടുപോയി ആദ്യം നമ്മളെ വല്ല തിയോളജിയാ ഒന്നും പഠിപ്പിച്ചില്ല, ഈശോയെ നോക്കിയിട്ട് അത് ഈശോ ആണ് കണ്ടോ, ഈശോ നമ്മൾ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ടു, നമ്മൾക്ക് ആ അപ്പം എന്ന് പറയുന്നത് ഈശോ ആണ്, നമുക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശദീകരിച്ച് പറയുക, വിശുദ്ധ കുർബാന എങ്ങനെ പങ്കെടുക്കണം, എന്താണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമായി. യൂത്തിന് വേണ്ടിയാണ് പറഞ്ഞെങ്കിലും വലിയ ആൾക്കാർ പറഞ്ഞു, എൻ്റെ ദൈവമേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ പീഡാസഹനവും മരണവും മാത്രമല്ല, ഈശോയുടെ ജീവിതം തന്നെയാണ്, ജീവിത ബലിയാണ്. ഈശോയുടെ സ്നാനം, ഈശോയുടെ ജനനം, നാഥാ നിൻ ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഈ യാഗത്തിൽ കണ്ടോ, നാഥാ നിൻ ജനനം സ്നാനം പീഡ, പരസ്യജീവിതം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്, ക്രൂശേറ്റം മൃതി ഉത്ഥാനം സ്വഗാരോഹണമിവൈ കണ്ടോ. അപ്പോൾ ഈശോയുടെ ജനനം മുതൽ ജീവിത ബലിയാണ് മുഴുവനും. അപ്പോൾ ആ 7 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വലിയ ആളുകൾ തന്നെ പറഞ്ഞു, ദൈവമേ ഇപ്പോൾ കുർബാന അർപ്പിക്കുമ്പോൾ എന്തോ ഒരു അനുഭവമാണ്. ഒരു സിസ്റ്റർ ആയിരുന്നു, എൻ്റെ ബ്രദറെ ഞാൻ ഇത്രയെല്ലാം മഠത്തിൽ ഇത്രയും നാൾ ജീവിച്ചെങ്കിൽ ഇതൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം അതൊന്നും കൂടി കേട്ടപ്പോൾ ഇന്നലെ കുർബാന അർപ്പിക്കുമ്പോൾ ശരിക്കും ഈശോയുടെ ആ ജീവിത ബലി, ജീവൻ, ഈശോയുടെ ജീവിതം മുഴുവനിലൂടെ കടന്നുപോയി. അപ്പോൾ നമ്മൾ കാതലായ വിശ്വാസത്തിൻ്റെ സത്യത്തോടുള്ള സ്നേഹവും വിശ്വാസത്തിൻ്റെ സത്യാവസ്ഥയും ഓർത്തഡോക്സി, അതിനോടൊരു സ്നേഹം ഉണ്ടാകണം. വിശ്വാസത്തിൻ്റെ, നമ്മുടെ സഭയുടെ ആ വിശ്വാസത്തിൻ്റെ തറക്കല്ല്, അതിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാകണം. ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശുദ്ധിക്ക് പരസ്പര ബന്ധമുണ്ട്. ഇനി തുടർന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും വിശുദ്ധ അഗസ്തീനോസാണ്. വിശ്വാസികൾ വിശ്വാസ പ്രമാണത്തിലെ വകുപ്പുകൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസ പ്രമാണത്തിലെ വകുപ്പുകൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവത്തിന് വിധേയരാകണം. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾ പണ്ട് കത്തോലിക്കരായിരുന്നു, ഇപ്പം അവർ വേറെ പലതിലേക്കും പോയി. അതിൻ്റെ കാരണം ആ കത്തോലിക്കലായിരുന്ന സമയത്ത് വിശ്വാസ പ്രമാണത്തിലെ വകുപ്പുകൾ പ്രധാനമായിട്ട് വിശ്വസിച്ചില്ല. ഞാനിവിടുത്തെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഫ്ലൈറ്റിൽ ചില ഇവിടുത്തെ ആൾക്കാർ നാട്ടിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കും, എന്നാ നിൻ്റെ പേര്? എൻ്റെ പേര് ക്രിസ്റ്റീന. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ക്രിസ്ത്യാനി. നീ എവിടേക്ക് പോകുന്നു? ഞാനിങ്ങനെ ഇന്ത്യയിൽ അവിടെ ഈ ഇവരുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പം നീ കത്തോലിക്കല്ലേ? ഞാൻ കത്തോലിക്ക ആയിരുന്നു. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇവിടെ യൂറോപ്പിൽ സുവിശേഷം പ്രഘോഷിക്കണ ഒരു കത്തോലിക്കനാണ്. നീ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് സുവിശേഷം പ്രഘോഷിക്കേ? അതെ, അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനിടയാവണം ഉണ്ടോ. അപ്പോൾ എന്തുകൊണ്ട് നീ കത്തോലിക്കനായിരുന്നു എന്ന് പറയണു? എനിക്കൊരനുഭവം ഉണ്ടായിരുന്നില്ല. പള്ളിയിലൊക്കെ പോകുന്നു, ഒരു ചടങ്ങ് മാതിരി. നിനക്ക് അനുഭവമില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ വിശ്വാസം. എന്നിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. അപ്പം അവർ പറയാണ്, തോമസ് പോളെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. ഇവിടെ ഒരിക്കൽ ഒരു ധ്യാനത്തിൽ ഒരു വളരെ വില്ലേജിൽ, വളരെ അകത്തുള്ള ഒരു വില്ലേജിൽ ഞാൻ ധ്യാനിപ്പിക്കുകയാണ്. അവിടുത്തെ നാട്ടിലെ ആ പള്ളിയിലെ ധ്യാനമാണ്. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ഒരാൾ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്, ഒരു ഇന്ത്യൻ ഗുരു ഇവിടെ വരണ്ടെന്ന് കേട്ടിട്ട് ഞാൻ ധ്യാനം കൂടാൻ വന്നതാണ്.
പക്ഷേ വന്നിരുന്നപ്പോൾ 1 മണിക്കൂറിനകത്ത് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിച്ച ഗുരു അല്ല. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ 20 വർഷമായി സഭ വിട്ടു. ഞാൻ ഈ ഇന്ത്യക്കാർ ഗുരുക്കന്മാരൊക്കെ വരുമ്പോൾ അവരുടെ ആശ്രമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്ത്യക്കാരനാണെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ആദ്യം കുറച്ച് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിച്ച അല്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ ആലോചിച്ചു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ കേട്ടു തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു തീ ജ്വലിക്കുന്ന മാതിരി എനിക്ക് തോന്നി. എനിക്ക് പോകാം, ഇത് അടുത്ത ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ് എൻ്റെ. എന്നിട്ട് അയാൾ പറയാണ്, എന്നെ സ്നേഹമുള്ളവരെ, ഞാനൊരു കത്തോലിക്കനായിരുന്നു എങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചില്ല, പഠിച്ചിട്ട് ഞാൻ ഗ്രഹിച്ചില്ല. ഇന്ന് എനിക്കിതാണ് സത്യമെന്ന് മനസ്സിലായി. 20 വർഷത്തിന് ശേഷം ഞാൻ ഇന്ന് കുമ്പസാരിച്ചു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കണത്. അയാൾ പറയാണ്, ഞാൻ പോണോന്ന് വിചാരിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റണില്ല. എന്തുകൊണ്ടാ? അയാളുടെ അകത്ത് പരിശുദ്ധാത്മാവ് അയാളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കേക്ക്, നിന്റെ അകത്തുള്ള സത്യമാണിത്. ഇത് നീ വിശ്വസിക്കേണ്ടതാണ്. നിനക്ക് നിക്ഷേപമായിട്ട് തന്നിരിക്കുന്ന ആ നിധിയെക്കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലേടാ മോനെ നീ ഇങ്ങനെയൊക്കെ പോണത്. അതുകൊണ്ട് നീ ഇത് കേക്ക്. ഞാനത് ഒരിക്കലും മറക്കില്ല. അയാൾ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. 20 വർഷം കഴിഞ്ഞിട്ട് അയാളെ യാദൃച്ഛികമായിട്ട് കർത്താവ് ഈ സത്യപ്രബോധനത്തിലേക്ക് കൊണ്ടുവന്നു. കണ്ടോ, മാമോദീസായിലൂടെ ഹൃദയത്തിൽ കുത്തിയിരിക്കുന്ന മുദ്രയാണത്. അപ്പോൾ ആ സത്യപ്രബോധനം നമ്മൾ, യഥാർത്ഥമായ പ്രബോധനം നമ്മൾ പഠിക്കാൻ കടപ്പെട്ടവരാണ്. അതെങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ പിള്ളേരെല്ലാം സ്കൂളിൽ പറഞ്ഞയക്കാൻ നല്ല സ്കൂളൊക്കെ അന്വേഷിച്ച് അവരുടെ ഭാവിക്ക് പറ്റിയ രീതിയിലുള്ള നല്ല സ്കൂളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാറില്ലേ? അവർ ചോദിക്കുന്ന മാതിരി നല്ല ഭക്ഷണങ്ങൾ തിരിഞ്ഞു കൊടുക്കാറില്ലേ? അവർ ചോദിക്കുന്ന സ്പോർട്സ് വെയർ, അവർക്ക് പറ്റിയ ഷൂ, അവർക്ക് പറ്റിയ ഡ്രസ്സ് എല്ലാം കൊടുക്കാറില്ലേ? എന്ന മാതിരി തന്നെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അവരുടെ ഇഷ്ടപ്രകാരം മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ അവർക്ക് പറ്റിയ സ്കൂൾ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കാൻ അവരെ അയച്ച പോലെ അവരെങ്ങനെയെങ്കിലും സൂത്രത്തിൽ ഇത് വാരിക്കോരി കൊടുക്കണം അവർക്ക്. അതാണ് വിശ്വാസികൾ വിശ്വാസ പ്രമാണത്തിലെ വകുപ്പുകൾ വിശ്വസിക്കണം. അഗസ്തീനോസ് പറയാണ്, വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവത്തിന് വിധേയരാകാനും വിധേയരായിക്കൊണ്ട് നന്നായി ജീവിക്കാനും നന്നായി ജീവിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ വിശ്വസിക്കുന്നത് മനസ്സിലാക്കാനും വേണ്ടിയാണത്. അപ്പോൾ വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത്, ഇനി അടുത്ത ടോപ്പിക്ക് അതിനെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ഞാനത് വിവരിക്കാം. വിശ്വസിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. ഇനി നമുക്ക് 159 ഖണ്ഡികയിലേക്ക് പോകാം. ഹല്ലേലൂയ. 159 വിശ്വാസവും ശാസ്ത്രവും. വിശ്വാസവും യുക്തിക്ക് അതീതമാണെങ്കിലും, കണ്ടോ, വിശ്വാസം യുക്തിക്ക് അതീതമാണെങ്കിലും, കണ്ടോ, ആ ശ്രേണിയിൽ ആദ്യം വിശ്വാസം, പിന്നെ യുക്തി. വിശ്വാസം യുക്തിക്ക് അതീതമാണെങ്കിലും വിശ്വാസവും യുക്തിയും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല. ഇത് വളരെ പ്രധാന ഒരു പ്രബോധനമാണ്. ഫീദസ് എത്രാസ്യോ, വിശ്വാസവും യുക്തിയും എന്നുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അതിലിത് തന്നെയാണ് പറയുന്നത്. വിശ്വാസം യുക്തിക്ക് അതീതമാണെങ്കിലും വിശ്വാസവും യുക്തിയും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല. കാരണം ഇത് രണ്ടും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യനെ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും അവനിൽ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം തന്നെയാണ് മനുഷ്യനിൽ ബുദ്ധിയുടെ പ്രകാശം നിക്ഷേപിച്ചതും. അതാണ് ബുദ്ധിയും യുക്തിയും എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അത് പരസ്പര വിരുദ്ധമല്ല.
അപ്പോൾ ചില യുക്തിവാദി സംഘടനകൾ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടെല്ലാം നമ്മളോട് സംസാരിക്കുന്നതും അതിൻ്റെ ലഘുലേഖകളും ആർട്ടിക്കിളുകളും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ യുക്തിയും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ എന്താ പ്രശ്നം? അതാണ് ഇവിടെ പറയുന്നത്. തന്മൂലം ദൈവത്തിന് തന്നെ നിഷേധിക്കാനാവില്ല. ഇത് രണ്ടും ദൈവത്തിൽ നിന്ന് തന്നെയാണ്, രണ്ടും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസവും ബുദ്ധിയും യുക്തിയും രണ്ടും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് തന്നെ നിഷേധിക്കാനാവില്ല. ഒരു യുക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആ യുക്തി കൊണ്ട് എങ്ങനെയാണ് വിശ്വാസത്തെയോ വിശ്വാസ രഹസ്യങ്ങളെ നിഷേധിക്കുന്നത്? യുക്തിയും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്മൂലം ദൈവത്തിന് തന്നെ നിഷേധിക്കാനാവില്ല. അതുപോലെ സത്യം ഒരിക്കലും സത്യത്തിന് വിരുദ്ധമാവുകയില്ല. സത്യം ഒരിക്കലും സത്യത്തിന് വിരുദ്ധമാവുകയില്ല. 37 ഡയഫിലീസ് ഒന്നാം വത്തിക്കാൻ കൗൺസിലിലെ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ഡയഫിലീസ്, സത്യം ഒരിക്കലും സത്യത്തിന് വിരുദ്ധമായിരിക്കുകയില്ല. ഏതുപോലെ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരിക്കലും ദൈവത്തിന് വിരുദ്ധമായിരിക്കുകയില്ല. ഇക്കാരണത്താൽ വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ക്രമബദ്ധമായ ഗവേഷണങ്ങൾ, വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ക്രമബദ്ധമായ ഗവേഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ശാസ്ത്രീയ രീതിയിലും ധാർമ്മിക നിയമങ്ങളനുസരിച്ചും നടത്തുന്നെങ്കിൽ ഒരിക്കലും വിശ്വാസവിരുദ്ധമാകുന്നില്ല. ഇക്കാരണത്താൽ വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ക്രമബദ്ധമായ ഗവേഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ശാസ്ത്രീയ രീതിയിലും, അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ളതും ദൈവത്തിൽ നിന്ന് തന്നെയാണ്, ധാർമ്മിക നിയമങ്ങളനുസരിച്ചും ദൈവത്തിൽ നിന്ന് തന്നെയാണത് നടത്തുന്നെങ്കിൽ ഒരിക്കലും വിശ്വാസവിരുദ്ധമാകുന്നില്ല. കാരണം ലൗകിക യാഥാർത്ഥ്യങ്ങളുടെയും വിശ്വാസ യാഥാർത്ഥ്യങ്ങളുടെയും ഉറവിടം ഒരേ ദൈവം തന്നെയാണ്. ലൗകിക യാഥാർത്ഥ്യങ്ങൾ, ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാനല്ല, ഒരു എളുപ്പം മനസ്സിലാകുന്ന കാര്യമാണ്. ലൗകിക യാഥാർത്ഥ്യം, ഇപ്പോൾ സ്ത്രീയും പുരുഷനും ദൈവം സൃഷ്ടിച്ചതാണ്. സ്ത്രീയും പുരുഷനെയും ഭാര്യയും ആ സ്ത്രീയും പുരുഷനും ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞു പുരുഷനോട്, നീ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞിട്ട് അവന് വേറൊരു പുരുഷനെയാണോ കൂട്ടിന് കൊടുത്തത്? അല്ല, അവന് വേണ്ടി ഒരു സ്ത്രീയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് സൃഷ്ടിയുടെ തന്നെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ തന്നെ വലിയ ഒരു യാഥാർത്ഥ്യമാണത്. ഇതിനെതിരായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പോൾ ആ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിവാഹം എന്ന കൂദാശ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു കവനൻ്റാണ്. വിശ്വാസത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ലൗകിക യാഥാർത്ഥ്യങ്ങളുടെയും വിശ്വാസ യാഥാർത്ഥ്യങ്ങളുടെയും ഉറവിടം ഒരേ ദൈവം തന്നെയാണ്. സ്ഥിരോത്സാഹത്തോടും വിനയത്തോടും കൂടി പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നവൻ അവനറിയാതെ തന്നെ ദൈവകരത്താൽ നയിക്കപ്പെടുന്നു. ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അവൾ പറഞ്ഞു, എനിക്ക് 3 കുട്ടികളുണ്ട്. ഇതിപ്പം ഇപ്പം എല്ലാ കാര്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടാവുന്നതെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം അറിയാം. അപ്പം അതൊരു സ്കാൻഡലായിട്ട് ചിന്തിക്കണ്ട, ഇതെല്ലാം നമ്മുടെ പിള്ളേർക്കെല്ലാം അറിയാം. അപ്പോൾ അവൾ പറയാണ്, അവൾ വേറൊരു പെണ്ണിൻ്റെ കൂടിയാണ് ജീവിക്കണേ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ജീവിച്ചതിൽ നിന്നുണ്ടായതാണ് 2 കുട്ടികളെന്ന്.
അതെങ്ങനെ നിങ്ങൾ തമ്മിൽ ജീവിച്ചപ്പോൾ കുട്ടി ഉണ്ടാകണേ? അല്ല, ഞങ്ങൾ എൻ്റെ ഗർഭത്തിൽ വേറൊരാളെ കൊണ്ട് വേറൊരാളുടെ ബീജം മേടിച്ചു, അങ്ങനെ ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി. ഇനി എന്താ നിൻ്റെ പ്ലാൻ? അപ്പോൾ പറയാണ്, എൻ്റെ ആ കൂട്ടുകാരി ആണാകാൻ പോവുകയാണ്. അവളുടെ രണ്ട് സ്ഥലങ്ങളും മുറിച്ച് മാറ്റി, അവളുടെ ഗർഭപാത്രം എടുത്ത് മാറ്റി, ഇനി അവൾ ആണാകാനുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ ആണായി കഴിയുമ്പോൾ അവനും ഞാനുമായിട്ട് ജീവിക്കും. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം രണ്ടുപേരും കത്തോലിക്കരാണ്, മനസ്സിലാക്കണം. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ഇവരുടെ അകത്ത് ഈ ചിന്തകൾ വന്ന് ഇങ്ങനെയൊക്കെ അവർ ചെയ്യാനിടയായി? എന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കി തരുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ, ദൈവമേ അങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ അങ്ങല്ലേ അയച്ചത്, ദൈവത്തിന് നന്ദി പറയണു. ഞാൻ ചോദിച്ചു, മകളെ നീ എന്തിനാ എന്നെ കാണാൻ വന്നത് ഇപ്പോൾ? അപ്പോൾ അവൾക്കൊരു ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉത്തരവുണ്ടെങ്കിൽ അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണിൽ നിന്ന് അല്പം വെള്ളം വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിനക്ക് ഇപ്പം മനസ്സിലാകാൻ തുടങ്ങി ഈ നടന്നുകൊണ്ടിരിക്കുന്നതിൽ വലിയ ക്രമക്കേടുണ്ടെന്നും ഇതല്ല ശരിയെന്ന് നിനക്ക് മനസ്സിലാകാൻ തുടങ്ങി, ഇല്ലയോ? ശരിയാണ്, സത്യമാണ്. അതെ, ഞാനിത് നിന്നെ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്, ഇത് ദൈവമാണ് നിന്നെ നയിക്കുന്നതെന്ന് പറയാനാണ്. ഇപ്പം നിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് നിൻ്റെ അകത്ത് ഈ നടക്കുന്ന നീയും മറ്റേ ആ സ്ത്രീയും നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വിശ്വാസത്തിന് വലിയ എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെ ഞാൻ അവളെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതെല്ലാം അവളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ അങ്ങനെ സാവധാനം അവരതിൽ നിന്ന് വിട്ടുമാറി അവർ നല്ല വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരോത്സാഹത്തോടും വിനയത്തോടും കൂടി പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ. പ്രപഞ്ച രഹസ്യങ്ങൾ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അയാളെ നീ കണ്ടുപിടിക്കണം. അതാണ് നിന്നെ സംബന്ധിച്ച് വാസ്തവത്തിലൊരു പ്രപഞ്ച രഹസ്യം. നിന്നെ സൃഷ്ടിച്ച ദൈവം നിനക്ക് വേണ്ടി ഒരു പുരുഷനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവൾക്കത് തോന്നുന്നുണ്ട്. അവൾ പറഞ്ഞു, എനിക്കത് നല്ല ബോധ്യമുണ്ട് സാറേ, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സാവധാനം അവൾ അതിനകത്തേക്ക് ഇടപെട്ടു. അപ്പോൾ അവൾ പറയാണ്, എൻ്റെ ഒറ്റ വിഷമം, ഞാൻ ഇവളെ വിട്ടു പോകുകയാണെങ്കിൽ ഇവൾ എന്ത് ചെയ്യും? ഇവൾ തൂങ്ങി മരിക്കുമെന്ന് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവൾക്കും ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കും, ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു, അവൾക്ക് പൂർണ്ണ ബോധ്യം കൊടുത്തു. അങ്ങനെ അവരകന്നു. ഇപ്പോൾ രണ്ടുപേർക്കും വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഇതാണ്, നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചാലേ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരികയുള്ളൂ. നമ്മൾ തന്നെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുമോ? അപ്പം നമ്മൾക്ക് തന്നെ ഈ വിശ്വാസത്തിലും ദൈവാവിഷ്കരണത്തിലും ദൈവത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലും നല്ല ആഴമായ ബോധ്യമുണ്ടായാലേ യഥാർത്ഥ സുവിശേഷ വേല നടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേര് സഭ വിട്ടുപോകണു, സഭയ്ക്കെതിരെ പറയണു, ഒരുപാട് യുവാക്കൾ കുറ്റം പറയണു. ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്ക്, നമ്മുടെ വിശ്വാസം പാറപ്പുറത്താണോ പണിയപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം ഈ പറയുന്ന കാര്യങ്ങൾ, വിശ്വാസവും ബുദ്ധിയും വിശ്വാസവും യുക്തിയും ഒന്നിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കെല്ലാം ഉത്തരം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, ലൗകിക യാഥാർത്ഥ്യങ്ങളുടെയും വിശ്വാസ യാഥാർത്ഥ്യങ്ങളുടെയും ഉറവിടം ദൈവം തന്നെയാണ്.
ഇപ്പോൾ നമ്മളുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർ വന്നിട്ട് യുക്തിയും യുക്തിവാദവും എല്ലാം പറഞ്ഞ് തർക്കിച്ചാലും ആ യുക്തിയും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ. പിന്നെ എന്തുകൊണ്ടാണ് അവർ എതിരായിട്ട് പറയുന്നത്? അവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, യുക്തി പ്രകാശിപ്പിക്കപ്പെടണം. യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു മിശ്രിതത്തിൽ യുക്തിയിൽ, മനുഷ്യൻ്റെ യുക്തിയിൽ ആ ഉത്ഭവഭാവത്തിൻ്റെ വ്രണിത ഫലങ്ങൾ, ദ ഫ്രെജിലിറ്റി ദാറ്റ് അത് ഇംഗ്ലീഷിൽ ഞാൻ പറയട്ടെ, പിന്നെ മലയാളത്തിൽ പറയാം. ദാറ്റ് the reasoning must be set free from the fragility of the original sin by faith. വിശ്വാസത്തിൻ്റെ പ്രകാശനത്തിലൂടെ ഉത്ഭവഭാവം മൂലം ദുർബലമായ മനുഷ്യൻ്റെ യുക്തിയെ പ്രകാശിപ്പിച്ചാൽ മാത്രമേ യുക്തി പ്രകാശിപ്പിക്കപ്പെടുകയുള്ളൂ. ആ പ്രകാശിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് എല്ലാ മനുഷ്യരുടെയും യുക്തി, പ്രത്യേകിച്ച് യുവാക്കളുടെ യുക്തി. അപ്പോൾ നമ്മൾ അവരെ ആ യുക്തിവാദം നടത്തുമ്പോൾ അതിനെ ഉടനെ എതിര് പറയാതെ നമ്മൾ മനസ്സിലാക്കണം, ഇവൻ ഈ പറയണത് എവിടെ നിന്നാണ്? ഇവൻ ഈ പറയണത് അവൻ്റെ പ്രകാശിക്കപ്പെടാത്ത യുക്തിയിൽ നിന്നാണ്. അപ്പോൾ അവനോടിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പകരം കർത്താവേ, നമ്മൾ മുട്ടുകുത്തി കൈ വിരിച്ചല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കർത്താവേ, എൻ്റെ മക്കളുടെ യുവാക്കളുടെ അല്ലെങ്കിൽ ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരുടെ എല്ലാം ബുദ്ധിയെയും യുക്തിയെയും കർത്താവെ പ്രകാശിപ്പിക്കണേ. അത് 2 കൊരിന്ത്യർ 4:4 പറയുന്നത് ഇതാണ്, ഈ ലോകത്തിൻ്റെ ദേവന്മാർ അവരുടെ ബുദ്ധിയെ അന്ധകാരത്തിൽ നിർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സുവിശേഷം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് പിശാചിൻ്റെ എല്ലാ ആഡംബരങ്ങളുമാണ്. ലൗകിക യാഥാർത്ഥ്യങ്ങളും വിശ്വാസ യാഥാർത്ഥ്യങ്ങളുടെ ഉറവിടം ദൈവം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പിന്നെ ചിലർ യുക്തിവാദം നടത്തി ഇതിനെതിരായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്ത് നമുക്കങ്ങ് ഉത്തരം മുട്ടിക്കും? അവിടെ നമ്മൾ അവരോട് ആർഗ്യുമെൻ്റ് ചെയ്യരുത്. ആർഗ്യുമെൻ്റ് ചെയ്തതിലൂടെ അവരെ മനസ്സിലാവുന്ന ഒരിക്കലും വിചാരിക്കരുത്. അവിടെയാണ് യുക്തി പ്രകാശിപ്പിക്കപ്പെടാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ യുക്തി പ്രകാശിപ്പിക്കപ്പെടും. അങ്ങനെ അവരുടെ യുക്തി പ്രകാശിക്കപ്പെടുമ്പോൾ അവർ തിരിച്ച് നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് വേറെ തരത്തിൽ സംസാരിക്കാൻ തുടങ്ങും. അതാണ് സ്ഥിരോത്സാഹത്തോടും വിനയത്തോടും കൂടി പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നവൻ അവൻ അറിയാതെ തന്നെ ദൈവകരത്താൽ നയിക്കപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. എല്ലാറ്റിനെയും നിലനിർത്തുന്ന ദൈവമാണ് അവയ്ക്കെല്ലാം തനതായ രൂപഭാവങ്ങൾ നൽകിയത്. 38 ഗൗഡിയം സ്പെക്ട് 36 സഭ ആധുനിക ലോകത്തിൽ എന്ന വത്തിക്കാൻ പ്രബോധനത്തിൽ നിന്നാണിത് പറയുന്നത്. സഭ ആധുനിക ലോകത്തിൽ, അതാണ് ഈ ആധുനിക ലോകത്തിലെ അവസ്ഥയാണ് ഇപ്പം ഞാനീ പറഞ്ഞതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഈ ലോകത്തെ ജയിക്കാനും വിശ്വാസത്തിൻ്റെ സ്തംഭമായിട്ട് നമ്മൾ നിലനിർത്തണം. നമുക്ക് ഇപ്പോൾ സാംശീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഇന്ന് പഠിച്ചത് 1, ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവിക പദ്ധതിയെക്കുറിച്ചും ആ ദൈവ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും വിശ്വാസ സത്യങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചും ദൈവാവിഷ്കരണത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തുവെക്കുറിച്ചും. ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കി 90ാമത്തെ ഖണ്ഡികയിൽ മനസ്സിലാക്കി ആ ദൈവിക സത്യങ്ങളെ കുറിച്ച് മാത്രമല്ല ദൈവിക സത്യങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചും, ആ പരസ്പര ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല അതിന് ഒരു ഹൈറാർക്കി ഉണ്ട്, അതിനൊരു ഓർഡറുണ്ട്. ആദ്യം 1, പിന്നെ 2, പിന്നെ 1. അതിൽ നമ്മൾ മനസ്സിലാക്കി ആ വിശ്വാസ സത്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ത്രിത്വത്തെക്കുറിച്ചുള്ള രഹസ്യമാണ്. അങ്ങനെ അതിനുശേഷം ഒന്നൊന്നായിട്ട് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി 2518 നമ്മളുടെ ജീവിത വിശുദ്ധി,
ജീവിത വിശുദ്ധിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം. ആ ജീവിത വിശുദ്ധിയിലൂടെയാണ് മനസ്സ് നിർമ്മലമാകുന്നത്, ഹൃദയശുദ്ധി ഉണ്ടാകുന്നത്. ആ ഹൃദയശുദ്ധിയും മനസ്സും നിർമ്മലമായാൽ മാത്രമേ ഈ മനസ്സിന് കൃത്യമായി ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കി വിശ്വാസ പ്രമാണത്തിലെ എല്ലാ ആർട്ടിക്കിളുകളും എല്ലാം വിശ്വസിക്കണം. അങ്ങനെ അതിൽ വിശ്വസിച്ചുകൊണ്ട് വിധേയപ്പെടണം. അങ്ങനെ വിധേയപ്പെട്ട് ജീവിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ വളരണം. അതാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രധാന ഒരു കാര്യം മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ 159 വിശ്വാസവും ബുദ്ധിയും, ഇത് രണ്ടും ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ബുദ്ധിയും യുക്തിയും എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അത് രണ്ടും പരസ്പര വൈരുദ്ധ്യമില്ല, അത് രണ്ടും ഒരുമിച്ച് തന്നെ പോകും. അത് ബുദ്ധി വിശ്വാസത്തിന് എതിരായിട്ട് ഒരിക്കലും നിൽക്കില്ല. കാരണം ബുദ്ധി ദൈവത്തിൽ നിന്നാണ് വരുന്നത്, യുക്തിയും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ലൗകിക യാഥാർത്ഥ്യങ്ങളും വിശ്വാസ യാഥാർത്ഥ്യങ്ങളും വാസ്തവത്തിൽ ഒന്നിച്ച് തന്നെയാണ് നീങ്ങുന്നതെങ്കിലും അതിനെ നമ്മൾക്ക് മനസ്സിലാക്കുന്നതിന് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കി. ഈ ബുദ്ധി അല്ലെങ്കിൽ യുക്തി വികസിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പ്രകാശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതാണ് യുക്തിവാദവും ദൈവത്തിനെതിരായി ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ സ്ഥിരോത്സാഹത്തോടും വിനയത്തോടും കൂടി പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ദൈവം തന്നെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്ദി പറയാം.